നിങ്ങളുടെ ലൈംഗിക അവയവങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ അതിൻ്റെ ലൈംഗിക ശേഷി നഷ്ടമാകുമോ? ഇംഗ്ലീഷിൽ യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ് എന്നൊരു വാചകമുണ്ട്. ഇത് നമ്മളുടെ ലൈംഗിക അവയവങ്ങളുടെ കാര്യത്തിൽ സത്യമാണോ? പല പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമൊക്കെയുള്ള ഒരു സംശയമാണ് ഇത്. ഞാൻ ദീർഘകാലം ഒരു ലൈംഗിക ബന്ധത്തിൽ നിന്നും വിട്ടുനിന്ന് കഴിഞ്ഞാൽ എൻ്റെ ലൈംഗിക ശേഷി തന്നെ എന്നേക്കുമായിട്ട് ഇല്ലാതാകുമോ? അത് നിലനിർത്തുവാൻ എന്തെങ്കിലും പ്രത്യേകം വ്യായാമങ്ങളുണ്ടോ, അല്ലെങ്കിൽ മരുന്നുകൾ കഴിക്കണമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ശാസ്ത്രീയമായ മറുപടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇതിലെ ചില സത്യങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. സാധാരണയായി പുറത്തു വരുന്ന പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് സ്ഥിരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷന്മാർക്ക് മികച്ച ഉദ്ധാരണവും സ്ത്രീകൾക്ക് അവരുടെ യോനിഭാഗത്ത് മികച്ച രക്തയോട്ടവും ലൂബ്രിക്കേഷനും ഒക്കെ ഉണ്ടാകും എന്നാണ്. പക്ഷേ ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഈ പഠനങ്ങളിലും മറ്റും പങ്കെടുക്കുന്ന മിക്കവാറും ആളുകൾക്ക് ശരാശരിയിൽ കൂടുതൽ ലൈംഗിക താല്പര്യമുള്ള വ്യക്തികളായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സെക്സിൽ ഏർപ്പെടുന്നത് കുറവുള്ള വ്യക്തികൾക്ക് ലൈംഗിക ശേഷി കുറയും എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അർത്ഥമാക്കാൻ കഴിയുകയില്ല. മാത്രവുമല്ല, ഈ സെക്സിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് കേവലം ശരീരത്തിൻ്റെ മാത്രം ഒരു കളിയല്ല. പുരുഷന്മാരുടെ കാര്യമെടുത്താൽ ഈ ഉദ്ധാരണത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് നിങ്ങളുടെ ലിംഗമല്ല, നിങ്ങളുടെ മനസ്സാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് ശാന്തമായെങ്കിൽ മാത്രമേ നിങ്ങളുടെ ശരീരം അതിനോട് പ്രതികരിക്കത്തുള്ളൂ. നിങ്ങൾ അമിതമായ സ്ട്രെസ്സിലോ സമ്മർദ്ദത്തിലോ ഉത്കണ്ഠയിലോ പേടിയിലോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എത്ര വലിയ മരുന്ന് കഴിച്ചാലും അവിടെ ഒരു ഉദ്ധാരണം ഉണ്ടാകത്തില്ല. കാരണം മരുന്നുകൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ പോലും നിങ്ങളുടെ തലച്ചോറിൽ നിന്നുള്ള ഒരു സിഗ്നൽ ആദ്യമേ വേണം. ഈ സിഗ്നലാണ് ഉദ്ധാരണം ഉണ്ടാക്കുന്നത്. ഒരിക്കൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും പരാജയപ്പെടുമോ എന്നൊക്കെ ഭയന്ന് പല പുരുഷന്മാരും സെക്സിൽ നിന്ന് തന്നെ വിട്ടു നിൽക്കാറുണ്ട്. ഇത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കത്തേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലോട്ട് വരാം. നിങ്ങൾ ദീർഘകാലം ഒരു ലൈംഗിക ബന്ധത്തിൽ നിന്നും വിട്ടുനിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈംഗിക ശേഷി നഷ്ടമാകുമോ? ഇല്ല. അതിൻ്റെ കാരണം നിങ്ങളുടെ ശരീരം തന്നെ നടത്തുന്ന ഒരു രഹസ്യ പ്രതിരോധമാണ്. ഈ പ്രതിരോധത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് നോക്ടേണൽ പിനൈൽ ട്യൂമസൻസ്, അഥവാ ഉറക്കത്തിലെ ഉദ്ധാരണം. എല്ലാ പുരുഷന്മാർക്കും അവർ ഉറങ്ങുന്ന സമയത്ത് അവരുടെ ലിംഗം 3 മുതൽ 5 തവണ വരെ ഉദ്ധരിക്കാറുണ്ട്. ഇതിൽ ഏറ്റവും അവസാനം നടക്കുന്ന ഉദ്ധാരണമാണ് പുലർച്ചെ എണീക്കുമ്പോൾ കാണുന്ന മോർണിംഗ് വുഡ്. നിങ്ങൾക്ക് ഉദ്ധാരണ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഈ മോർണിംഗ് വുഡ്. നിങ്ങൾക്ക് ലിംഗത്തിലോട്ടുള്ള രക്തയോട്ടം കൃത്യമാണെന്നും നിങ്ങളുടെ നാഡീവ്യൂഹങ്ങൾ ആരോഗ്യകരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുമൊക്കെ ശരീരം തന്നെ ഉറപ്പുവരുത്തുന്ന ഒരു പ്രക്രിയയാണിത്. പക്ഷേ ഇവിടെ ഒരു ചെറിയ അപകടം കൂടെയുണ്ട്. നിങ്ങൾക്ക് ഈ മോർണിംഗ് വുഡ് ലഭിക്കുന്നില്ല എന്ന് കരുതുക. അതിനോടൊപ്പം നിങ്ങൾ സ്വയംഭോഗത്തിൽ നിന്നും ഒരു ശാരീരിക ബന്ധത്തിൽ നിന്നുമൊക്കെ പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കുക കൂടെയാണെങ്കിൽ കുറേ കാലം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ലിംഗത്തിൻ്റെ കോശങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. ഇതിന് പറയുന്ന പേരാണ് ഫൈബ്രോസിസ്. ഈ ലിംഗത്തിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് അവിടെ ഒരു തഴമ്പ് വരുന്നത് പോലെയുള്ള ഒരു അവസ്ഥയാണിത്. അപ്പോൾ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് രക്തഓട്ടം ഉണ്ടായാൽ പോലും നിങ്ങൾക്ക് പഴയതുപോലെ വീണ്ടും ഒരു ശക്തമായ ഉദ്ധാരണം ഉണ്ടാവുക ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഉപയോഗിച്ചില്ലെങ്കിൽ നഷ്ടമാകും എന്നുള്ള ആ വാചകം ഇവിടെ പ്രസക്തമാണ്. ഇത് മധ്യവയസ്സ് കഴിഞ്ഞ പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടാതെ ഒരു യൂറോളജിസ്റ്റിനെ തന്നെ പോയി കാണുക. ഇനി സ്ത്രീകളുടെ കാര്യം എടുത്താലോ? പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും ഈ ലൈംഗിക ബന്ധം അവരുടെ ജനനേന്ദ്രിയങ്ങളിലെ രക്തഓട്ടവും ലൂബ്രിക്കേഷനും ഒക്കെ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. ഈ പുരുഷന്റെ ലിംഗം പോലെ തന്നെ ഉദ്ധരിക്കാൻ കഴിവുള്ള ഒരു അവയവമാണ് സ്ത്രീകളുടെ ക്രിസരിയം. ഈ പുരുഷന്റെ ലിംഗം രാത്രിയിൽ ഉറക്കത്തിൽ 3 മുതൽ 5 തവണ വരെ ഉദ്ധരിക്കാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളുടെ ക്രിസരിയും അവരുടെയും ഉറക്കത്തിൽ ഉദ്ധരിക്കുകയും രക്തയോട്ടം സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ക്രിസരിയുടെ ബഹുഭൂരിഭാഗം ഒരു സ്ത്രീയുടെ ശരീരത്തിനുള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് പലർക്കും ഇത് തിരിച്ചറിയാത്തത്. സ്ത്രീകൾ പലപ്പോഴും ഒരു ശാരീരിക ബന്ധത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നത് വേദന കാരണവും അസ്വസ്ഥത കാരണവും ഒക്കെയാണ്. അപ്പോൾ ഈ വേദന ഭയന്ന് ഒരു ശാരീരിക ബന്ധത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണെങ്കിൽ അത് പിന്നീട് മാനസികമായിട്ടുള്ള ഒരു അകൽച്ചയിലോട്ടും താല്പര്യക്കുറവിലോട്ടും ഒക്കെ നയിക്കുകയും ചെയ്യും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് പ്രശ്നങ്ങൾ ഒളിച്ചു വെക്കാതെ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം മരുന്നുകൾക്ക് പിന്നാലെ പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഈ വേദന ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുവാൻ പ്രായോഗിക ലൈംഗികതയിൽ പരിജ്ഞാനമുള്ള ഒരു വിദഗ്ധന്റെ സഹായം തേടുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 90% ലൈംഗിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടത് ഈ പ്രായോഗിക ലൈംഗികതയിലുള്ള ഒരു പരിജ്ഞാനം മാത്രം മതി. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നും ഈ പ്രായോഗിക ലൈംഗികതയിലുള്ള പരിജ്ഞാനം ഡോക്ടർമാർക്കോ സൈക്കോളജിസ്റ്റുകൾക്കോ ഒന്നും അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സേവനം നൽകുവാൻ അവർക്ക് സാധ്യവുമല്ല. ഈ ഒരു തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കി അവർ പുറത്തു പറയാൻ മടി കാണിക്കുന്ന ലൈംഗിക പ്രശ്നങ്ങൾ
നാണക്കേടോ കുറ്റബോധമോ അപമാന ഭയമോ ഒന്നും കൂടാതെ സ്വകാര്യതയിൽ സുരക്ഷിതമായിട്ട് മരുന്നുകളൊന്നും കൂടാതെ പരിഹാരം കണ്ടുപിടിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് വിവോക്സിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളിലൊന്ന്. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മറ്റുള്ളവരിൽ എത്തിക്കാൻ പരമാവധി സഹായിക്കുക. ചുരുക്കം പറഞ്ഞാൽ, നിങ്ങൾ പങ്കാളിയുമായിട്ട് സെക്സിൽ ഏർപ്പെട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ ശരീരം അതിൻ്റെ ലൈംഗിക ശേഷി നിലനിർത്തുവാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുകയോ ഒരു ദീർഘകാലം നിഷ്ക്രിയമായിട്ടിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നീട് ലൈംഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഭയമല്ല, കൃത്യമായ അറിവാണ് പ്രാധാന്യം. സ്വന്തം ശരീരത്തെ സ്നേഹിക്കുവാനും അതിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കുവാനും ശ്രമിക്കുക. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.